പണ്ട് നമ്മുടെ മലയാള സിനിമ എടുത്തുകൊണ്ടിരുന്ന ബാനറുകളുടെ പേരിൽ അറിയപ്പെട്ടിരുന്നു. മഞ്ഞിലാസ്, നീല, ഉദയ, അരോമ. ആ മുതലാളിമാരെയൊക്കെ നമുക്കറിയാം, ഇവരൊക്കെ മുതലാളിമാണ്. ഇന്ന് സിനിമ നിർമ്മിക്കുന്ന ഫണ്ട് മാത്രമേ വരുന്നുള്ളൂ. ഇവരാരും മുതലാളിമാരല്ല. ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ എടുക്കുന്നത് നമ്മൾ ഇന്നലെ റോഡിൽ കൂടെ പോകണ എടുത്ത് ഇന്ന് നോക്കുമ്പോൾ അവൻ പടം എടുക്കുന്നു. ഇത് എവിടെ നിന്നാണ് ഈ ഫണ്ട് വരുന്നത്? എന്തുകൊണ്ട് ഇത് അന്വേഷിക്കുന്നില്ല? സോഴ്സ് ഓഫ് ഇൻകം ഒരു സിനിമ എടുക്കണമെങ്കിൽ 25 കോടി 30 കോടി 40 കോടിക്കൊക്കെയാണ് മലയാള സിനിമ പോലും ഇപ്പോൾ എടുക്കുന്നത്. ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഇമീഡിയറ്റ് ആയിട്ട് അന്വേഷിക്കാത്ത പക്ഷം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പൈസ എനിക്ക് വന്നാൽ ഞാൻ ഇപ്പം എല്ലാം വർഗീയതയാണല്ലോ. ഞാൻ മറ്റു മതത്തെ ആക്ഷേപിച്ച് പടം ചെയ്യാം. എനിക്ക് ഇത്ര കോടി തരാൻ പറഞ്ഞാൽ തരാൻ ആളുണ്ടെങ്കിൽ എനിക്കെന്താ സിനിമ ചെയ്താൽ? നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. BJPയുടെ ഏറ്റവും വലിയ സമുന്നതനായ ഒരു നേതാവാണ് നമ്മുടെ AN രാധാകൃഷ്ണൻ. അദ്ദേഹം അറിയാതെ മമ്മൂട്ടിയെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ലൈക്ക്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും ലൈക്ക് ഒരു പാർട്ടിക്കാരും കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. CPMകാരും അതെ, എല്ലാവരും അങ്ങോട്ട് അദ്ദേഹത്തെ. അപ്പം ഇവിടെ എന്താണ്? സിനിമയല്ല ഇഷ്യൂ, ഇവിടെ വർഗീയത തന്നെയാണ് ഇഷ്യൂ എന്നുള്ളത് ഉറപ്പാണ്. ഈ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ പേരുകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത്രയും ഇഷ്യൂസ് വരുന്നു. സിനിമകൾ ഇങ്ങനെ എന്താ പറയണേ, എത്ര സിനിമകളാണ് ഒരു വർഷം ഇറങ്ങുന്നത്? അതിൽ പകുതി പോലും ലാഭത്തിലല്ല. വീണ്ടും അതേ ആൾക്കാർ പണം എടുക്കണമെങ്കിൽ ഈ പണം എവിടെ നിന്ന് വരുന്നു? എന്തുകൊണ്ടത് അന്വേഷിക്കുന്നില്ല? ഇത് കേന്ദ്രം അന്വേഷിക്കണം. ഇത് കേന്ദ്രം തന്നെയാണ് അന്വേഷിക്കേണ്ടത്. ഈ വിദേശത്തു നിന്ന് ഫണ്ട് വരുന്നെങ്കിൽ അത് ഏത് രീതിയിൽ കൂടെ വരുന്നു, എങ്ങനെ വരുന്നു? അദ്ദേഹം അത് വ്യക്തമായിട്ട് ചാനലിൽ പറയുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ കുറേ പേർക്ക് വേണ്ടി മാത്രം പണം വരുന്നെങ്കിൽ അത് തടയിടേണ്ടത് അനിവാര്യം തന്നെയാണ്. എങ്കിൽ മാത്രം ഇത് ഇനി മമ്മൂട്ടിയായാലും മോഹൻലാലായാലും സുരേഷ് ഗോപിയായാലും ഇവരെല്ലാവരും കൂടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കലയാണെന്നും ഇതിൽ വർഗീയതയും രാഷ്ട്രീയവും വേണ്ടാന്ന് തീരുമാനിക്കാത്ത പക്ഷം ഇത് ഇത് നിസ്സാരമല്ല. വീണ്ടും പറയണത് ഇത് നിസ്സാരമല്ല. ഇപ്പം തന്നെ കൊച്ചി, ട്രിവാൻഡ്രം, മലബാർ ഇങ്ങനെ 3 ഇതിലേക്കൊക്കെ സിനിമകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ആര് പടം എടുക്കണമെങ്കിൽ ഉടനെ അങ്ങ് നേരെ കൊച്ചിയിലേക്ക് അങ്ങ് പോവുകയാണ്. അത് ഞാൻ പല മീറ്റിങ്ങിലും പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കൊച്ചിക്കാരെ കുറ്റം പറയണതിന്? കൊച്ചി മാഫിയാണ് നിങ്ങൾ അങ്ങോട്ട് പറയുന്നത്. ഇവിടെയും പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ. ഇല്ല, അത് ചെയ്യില്ല. അപ്പോൾ ഈ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറയണത് മാത്രമേ കുറേ പേർക്ക്, ഞാൻ ജാതിയും മതം പറയലല്ല, ഹിന്ദുക്കൾക്ക് തന്നെ പറയാം, പരാതി പറയാനല്ലാതെ അങ്ങോട്ട് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിവില്ല തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തിന് പൊല്ലാപ്പിന് പോണു? വളരെ കുറച്ച് പേരുണ്ട് നമ്മളെപ്പോലുള്ളവർ ഇതുപോലെ വന്നിരുന്ന ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചാൽ എത്ര പേര് വരും സിനിമയിൽ നിന്ന്? ഞാൻ ചോദിക്കട്ടെ. 90% പേരും വരില്ല. കാരണം നമ്മുടെ അവസരം നഷ്ടപ്പെട്ടാലോ.